ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. കേരളത്തെ വീണ്ടെടുക്കാൻ എന്ന സന്ദേശത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുയോഗ യാത്ര കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചു. കുറ്റ്യാടിയിൽ നൽകിയ സ്വീകരണത്തിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. അതിനിടെ സമയം വൈകിയതിനാൽ താൻ പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞ ഷാഫി പറമ്പിൽ MP-യെ സംസാരിക്കാനായി നേതാക്കൾ നിർബന്ധിക്കുന്നതും വേണ്ടെന്ന് അദ്ദേഹം വിലക്കുന്നതുമായി വേദിയിലുണ്ടായ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. നേതാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രിയങ്കരനായ വി ഡി സതീശൻ നയിക്കുന്ന ഈ ഐക്യയാത്ര ഉജ്ജ്വല മുന്നേറ്റമായി മാറ്റുവാൻ അനുഗ്രഹിച്ച നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ സേനാപതിയാകാൻ നേതൃത്വം നൽകുന്ന ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കട്ടിൽ, പ്രിയങ്കരനായ ഉദ്ഘാടകൻ, 19 മാസം കർഷക തൊഴിലാളി പെൻഷനില്ല, തയ്യൽ തൊഴിലാളി, അംഗൻവാടി ജീവനക്കാർ, കേരളത്തിൽ ആദ്യമായി, ചരിത്രത്തിലാദ്യമായി ക്ഷേമനിധികൾ തകർന്ന് തരിപ്പണമാകുക. എന്താണ് ഇവരുടെ ഭരണം? എന്തു ഭരണമാണ് ഇവർ ചെയ്യുന്നത്? നമുക്കറിയാം. പക്ഷേ നമുക്കിനി ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളിനി കേവലം പ്രതിപക്ഷം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷം യാഥാർത്ഥ്യമാക്കി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ്. ഈ തകർന്ന കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുക എന്ന ദൗത്യമാണ് UDF-നുള്ളത്. അത് UDF ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം നടന്ന ഗവേഷണ തുല്യമായ കഠിനാധ്വാനത്തിന്റെ ഫലമായി നമ്മൾ ഈ കേരളത്തെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതികൾ അവതരിപ്പിക്കുകയാണ്. ഇത് പരമ്പരാഗതമായി നടത്തുന്നൊരു യാത്രയ്ക്കപ്പുറം ഭാവി കേരളത്തെ കുറിച്ചുകൂടി ചർച്ച ചെയ്യപ്പെടുന്നൊരു യാത്രയാണ്. തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ ഞാൻ നിങ്ങളോട് UDF-ന് വേണ്ടി വാക്കു പറയുന്നു, കൈപിടിച്ചെഴുന്നേൽപ്പിക്കും നമ്മൾ. ഈ സർക്കാരിന്റെ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ഷൂട്ടപ്പ് ചെയ്യും മുകളിലേക്ക്. അതിനുള്ള കർമ്മ പദ്ധതികൾ, നികുതി ഭരണ പരിഷ്കാരം ഉൾപ്പെടെ സമഗ്രമായ പദ്ധതികൾ, കേരളത്തിന്റെ വ്യാവസായിക കാർഷിക മേഖലകളിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. വെറും മാനിഫെസ്റ്റോ അല്ല, അതിൻ്റെ അപ്പുറത്താണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെങ്കിൽ അവിടെ നിന്ന് അതിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആരോഗ്യവതിയായി കേരളത്തിലൂടെ നടത്തും UDF. നാളെ കോഴിക്കോട് വെച്ച്, ഞാൻ അതിനു മുമ്പ് പറയട്ടെ, നമ്മൾ ഒരു UN ഡോക്ടർ SS ലാലിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു ഹെൽത്ത് കമ്മീഷൻ ഉണ്ടാക്കി, ഹെൽത്ത് കോൺക്ലേവ് നടത്തി, 150ഓളം ഡോക്ടർമാര് മാസങ്ങളോളം പ്രവർത്തിച്ച് ആരോഗ്യ കേരളത്തെ രക്ഷിക്കാൻ നാളെ കോഴിക്കോട് വെച്ച് ഒരു വിഷൻ ഡോക്യുമെന്റ് പ്രകാശനം ചെയ്യുകയാണ്. ഞാൻ അഭിമാനത്തോടെ പറയും, ആരോഗ്യ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സയ്ക്ക് വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമ്മൾ കേരളത്തെ മാറ്റുക തന്നെ ചെയ്യും. സമഗ്രമായ പദ്ധതികളാണ് നാളെ പ്രഖ്യാപിക്കുന്നത്. 150ഓളം ഡോക്ടർമാർ, ഇന്ത്യയിലും വിദേശത്തുമുള്ള മലയാളികളായ ഡോക്ടർമാർ വർക്ക് ചെയ്ത ഡോക്യുമെന്റ്. അതാണ് പറഞ്ഞത്, വെറും പ്രതിപക്ഷമല്ല. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്തേക്ക് പോവുകയാണ് പഠിക്കാൻ. അവർ ജർമ്മനിയിലും കാനഡയിലും ലണ്ടനിലും ഓസ്ട്രേലിയയിലും അവർ പഠിക്കുന്ന പ്രോഗ്രാമുകൾ UDF കേരളത്തിലെ സർവകലാശാലകളിൽ ആരംഭിക്കും. അവർ പഠിച്ച് പുറത്തിറങ്ങിയാൽ അവർക്ക് തൊഴിൽ കിട്ടാൻ സമഗ്രമായ ഒരു പദ്ധതി, കേരളത്തിലെ വ്യാവസായിക രംഗത്ത്, സംരംഭക രംഗത്ത്
വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും.